യൂണിവേഴ്സിറ്റി പരീക്ഷ എങ്ങനെ ജയിക്കാം, പ്രത്യേകിച്ച് ബാർകോഡ് വഴിയുള്ള പരീക്ഷയിൽ എങ്ങനെ ജയിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ സെമസ്റ്റർ പരീക്ഷകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ PYQs ലൈബ്രറിയിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ HODsയുടെ കയ്യിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ നോക്കാറുള്ളത് പരീക്ഷയുടെ തലേ ദിവസമോ ഒരാഴ്ച മുമ്പൊക്കെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാറുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസമോ 3-4 ദിവസമോ മുമ്പല്ല നോക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ തന്നെ 5ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് നേരത്തെ കൂട്ടി സിലബസും നോട്ട്സും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സംഘടിപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ അത് വർക്കൗട്ട് ചെയ്യണം. ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം പോരാ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം അടയാളപ്പെടുത്തിയാൽ പോരാ. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്ന രീതിയിൽ എഴുതി നോക്കി നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചിട്ട് സെൽഫ് റിവ്യൂ നടത്തി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് കിട്ടാനും നിങ്ങളുടെ പോരായ്മകളെ നിങ്ങൾക്ക് അതിജീവിക്കാനും സാധിക്കും. ചില പേപ്പറുകൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഔട്ട്സ്റ്റാൻഡിങ് എന്ന O ഗ്രേഡ് കിട്ടുന്ന പേപ്പറൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി കിട്ടിയിട്ടാണോ ഈ കുട്ടികൾ എഴുതുന്നത് എന്ന്. അവർ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് പഠിത്തത്തിൽ മാത്രമല്ല, എഴുതുന്ന പേപ്പറുകളിലും 2, 3, 5, 6 മൊട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് നമുക്ക് പേപ്പർ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, PYQs ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം പോരാ, എഴുതി നോക്കണം. പരീക്ഷ എന്നതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞു വന്നത് PYQs മാത്രം നോക്കാനല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ആൻസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടും. അല്ലാതെ PYQs മാത്രം നോക്കി പോകാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കുകയും ചെയ്യുക. 2-3 ദിവസം മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി, ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്കുണ്ടായിരിക്കും. പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.